ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞങ്ങൾ പാലക്കാട് പോവാണ്. ട്രിപ്പല്ല, ഉമ്മയ്ക്കൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോകുന്ന കൂട്ടത്തിൽ അങ്ങനെ ട്രിപ്പും പ്ലാൻ ചെയ്ത് പോകുവാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് പാലക്കാട് പോകുന്നുണ്ട്, അതുപോലെ തന്നെ നെല്ലിയാമ്പതിയും പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇൻഷാല്ലാ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 5 മണിയായി, ഞങ്ങൾ പോകാൻ പോവാണ്. ലാമിയാമ്മ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ അവിടെ കാണിച്ചു തരാം, ലാമിയാമ്മ കാണിച്ചു തരാവേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് നോക്കി കഴിയുമ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ലാമിനെ അമ്മയെ കാണിച്ചു തരാം. അങ്ങനെ ലാമിയാമയും രാവിലെ എഴുന്നേറ്റു. സ്കൂളിൽ പോകാൻ വേണ്ടി വിളിക്കുമ്പോൾ ഭയങ്കര മടിയാണ് രണ്ടുപേർക്കും. അപ്പോൾ ടൂറ് പോകാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്കും വേഗം രണ്ടുപേരും ചാടി എഴുന്നേറ്റു. കുളിച്ച് നല്ല ഫ്രഷായി രണ്ടുപേരും, മുടിയൊക്കെ കെട്ടി സുന്ദരികളായിട്ട് ഇരിപ്പുണ്ട് രണ്ടുപേരും. വാപ്പിയും ഉമ്മയും റെഡിയാകുവാണ്, അതുപോലെ തന്നെ ഇക്കാക്കി റെഡിയാകുവാണ്. ഞാനും ലാമിയമ്മയും റെഡിയായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ആമിക്ക് ഭയങ്കര ധൃതി പോകാമെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ പാക്ക് ചെയ്തത്. പെട്ടെന്നാണ് ടൂർ ഇങ്ങനെ പ്ലാൻ ചെയ്തത് പോകാമെന്നും പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നെല്ലാം സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. വേറെ അങ്ങനെ കുറേ ഒന്നും എടുത്തിട്ടില്ല. ഡ്രസ്സും അതുപോലെ തന്നെ ആമിക്ക് കഴിക്കാനുള്ള സ്നാക്സും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇറങ്ങല് രാത്രിയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ അവിടെ ഓൾറെഡി ഉമ്മയ്ക്കൊക്കെ ഒരു ഫങ്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര രാവിലെ പോകുന്നത് കേട്ടോ. ഞങ്ങളങ്ങനെ പോകുകയാണ്. അവിടെ വണ്ടി വെയിറ്റ് ചെയ്ത് കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. മൊത്തം ഇരുട്ട്. വണ്ടിയിൽ ഒരു നീല വെട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളാണ് ഫസ്റ്റ് വണ്ടിയിൽ കയറിയത്. ഞാൻ ഏറ്റവും പുറകിൽ പോയിരുന്നു. എനിക്ക് അവിടെ ഇരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ പോയിരുന്ന് ആമിയും ഞാനൂടെ ഇരുന്നത് പോയിട്ട്. പിന്നെ ആമി എൻ്റെ മടിയിൽ തന്നെ ഇരുന്ന്. ലാമി കുട്ടി ഫ്രണ്ടിലോട്ട് ഓടിപ്പോയി. പിന്നെ സച്ചു വന്ന് മാമാൻ്റെ മോനാണ്. അപ്പോൾ അവനും കയറി ഓരോരുത്തരായിട്ട് വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എടപ്പള്ളിയിൽ വിലയുമാളെത്തി. എടപ്പള്ളിയിൽ നിന്ന് ഒരു ഇത്താത്തായും കൂടി കയറാനുണ്ട്. അതുപോലെ തന്നെ കളമശ്ശേരിയിൽ നിന്നും കയറാനുണ്ടായിരുന്നു. അവർക്ക് എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇത്താത്തായും മോനും ഇത്താത്തായും കയറി. ഒരു ഇത്താത്ത വന്നിട്ടുണ്ടായിരുന്നില്ല, അവിടെ ഇല്ല. ഞങ്ങൾ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവരെത്തി. അങ്ങനെ അവരും കയറി ബസ്സിലോട്ട്. ഇപ്പം എല്ലാവരും കയറിയിട്ടാ. അത് ഞങ്ങൾ പോകുവാണ്. പിന്നെ മാമ ഉഴുന്നുവടയും അതുപോലെ തന്നെ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞങ്ങൾ ഉഴുന്നുവടയും ചായയൊക്കെ കഴിച്ചു. ലാമിയാമ്മ അവിടെ ഓടിക്കളിക്കണമായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വീഡിയോ. അതിൻ്റെ ഫ്രണ്ടിലാണ് വണ്ടി നീക്കി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാമിയാമ്മ അങ്ങോട്ട് ഓടി. കൊള്ളാമോ? എവിടെ പോണേ ആമി? അങ്ങനത്തെ ആമിക്കുട്ടി ഉഴുന്നോടെ കഴിക്കുവാണ്. എവിടെയാണ്? അങ്ങനത്തെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലോട്ട് കയറി. എല്ലാവരും വണ്ടിയിലോട്ട് കയറുവാണ്. നേരെ പാലക്കാടോട്ട്. അങ്ങനത്തെ കുതിരാൻ ടണലിലോട്ട് കയറിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. മൊത്തം ഇരുട്ടായി. പിന്നെയും വണ്ടിയിൽ ഇരുട്ടായി. രാത്രി ആയ പോലെ ആയി പെട്ടെന്ന്.
അങ്ങനെ ഞങ്ങൾ കുതിരാൻ ടണലിൽ നിന്ന് പുറത്തോട്ട് കിടന്നു. അങ്ങനെ ഇപ്പോൾ 8:45 അപ്പോൾ എല്ലാവരും ശ്രീലക്ഷ്മി നാരായണൻ എന്നും പറഞ്ഞൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഇങ്ങനെ ലാമി അവിടെ ഓടി നടക്കുവാനുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ഒരു പെപ്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫൈസലാമ്മ അങ്ങനെ പെപ്സി വാങ്ങിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ലാമി ഇത്താത്താൻ്റെ പോയിരുന്നാണ് ഫുഡ് കഴിച്ചത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കുറച്ചൊരു ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാക്കി മാമന്മാരും ഇറ്റാക്കന്മാരൊക്കെ കയറാൻ പോകുമെന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെയും വണ്ടി വിട്ടിട്ടാ. ഇനി നമ്മൾ നേരെ പാലക്കാട് വിട്ടാണ് പോണത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പാലക്കാടുള്ള ലുലു മാൾ കണ്ടത്. ലുലു മാളല്ലേ, ഇതിൻ്റെ പുറകിലാണ് ലുലു മാൾ. ഇപ്പോൾ ഞങ്ങളിത് ട്രാഫിക്കിൽ കിടക്കുവാണ്. കണ്ടോ ലുലു മാൾ. പാലക്കാട് എത്തിയിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി പോകണം. ലുലു മാൾ കണ്ട, പക്ഷെ അവിടെ ഞങ്ങൾ കയറിയില്ല കേട്ടോ. നേരെ പോയി പാലക്കാടുള്ള ടിപ്പു കോട്ടയിലോട്ടാണ് ഫസ്റ്റ് പോയത്. അങ്ങനെ അങ്ങനെ ടിപ്പു സുൽത്താന്റെ കോട്ട കാണാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ അവിടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അവിടെ റിയാസ്ക്കൊക്കെ പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു. അങ്ങനെ ഈ സൈഡിലായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് വന്നു. ഇവിടെ നിറച്ചും ആമകളുണ്ടായിരുന്നു കേട്ടോ, കുറേ ആമകളുണ്ടായിരുന്നു. വെള്ളത്തിൽ കാണിച്ചു തരാവേ, അടിവശത്തായിട്ടുണ്ട്. എല്ലാം നല്ല അത്യാവശ്യം വലിയ ആമകൾ, തീരെ കുഞ്ഞു ആമകളല്ല കേട്ടോ. ആമീലാമിക്കും ആമകളെ കണ്ടിട്ട് ഇത്ര ആമകൾ ആദ്യമായിട്ട് കാണാൻ ഭയങ്കര ഇതായിരുന്നു. ആമേനെ പറഞ്ഞത് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, അങ്ങോട്ട് നടന്ന് കയറുവാണേ. നല്ല വെയിലുണ്ടായിരുന്നേ. വെയിലെന്ന് പറയാണ്ട് അമ്മാതിരി വെയിൽ, നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. ഞങ്ങളെ കുറച്ചു നേരം തണലത്തോട്ട് മാറി നിന്ന് ഒരു കൊടയൊക്കെ പിടിച്ചാ പോണത്. ആദ്യമായിട്ട് തന്നെയുണ്ട് ഭയങ്കര വെയില്. അപ്പൊ നിങ്ങൾ പോണെന്നുള്ള ഒരു കൊടയൊക്കെ എടുത്ത് പോയിക്കോട്ടെ, അമ്മാതിരി വെയിലായിരുന്നു. അങ്ങനത്തെ അതിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഇത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണ്. ടിപ്പു സുൽത്താൻ്റെ വാപ്പ നിർമ്മിച്ചതാണ്. ചുറ്റും കരിങ്കൽ കെട്ടുകളൊക്കെ ആയിട്ടാണ് നിർമ്മിച്ചേക്കണത്. നല്ല മനോഹരമായ നിർമ്മിതികളാണ്. പിന്നെ ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് കയറി ചെല്ലുമ്പോൾ കാണാം ഓരോ ഹോളുകൾ. അത് മറ്റേ പീരങ്കി വെച്ച് ശത്രുക്കളെ ആക്രമിക്കാൻ വേണ്ടിയാണ് ഹോളുകൾ. നിർമ്മിതികളൊക്കെ കാണണം. ശത്രുക്കൾക്ക് ഒരു വിധത്തിലും അകത്ത് കയറാൻ പറ്റാത്ത രീതിയിലുള്ള നിർമ്മിതിയാണ്.
നല്ല മനോഹരമായ കോട്ടയാണ്. പിന്നെ ഇത് കുറേയൊക്കെ നശിഞ്ഞ് കിടക്കുകയാണ്. സംരക്ഷണം വളരെ മോശം. ഇവിടെ ആയിട്ടാണ് അതെ, ഇതാണ് ജയില്. മൊത്തം നശിഞ്ഞ് കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് മോടി പിടിപ്പിച്ചെടുക്കാനും സന്ദർശകർക്ക് കാണാനൊരു രസമാണല്ലോ. പഴയ ജയിലുകളൊക്കെ കാണാമല്ലോ. ഇതിൻ്റെ മേൽഭാഗത്തായിട്ടാണ് ഞാൻ പറഞ്ഞ മറ്റേ പീരങ്കി കൊണ്ട് ആക്രമിക്കുന്ന ശത്രുക്കൾ വരുമ്പോൾ ആക്രമിക്കുന്ന സ്ഥലം ഇതിൻ്റെ മേളിലായിട്ടാണ്. അതാ കാണുന്ന റൗണ്ട് കണ്ടോ, അതെ ഇതിൻ്റെ അകത്തായിട്ടാണ് ഈ ക്യാപ്പുകൾ കണ്ടോ, ചെറിയ ചെറിയ ക്യാപ്പുകൾ താഴ്ത്തുന്ന ശത്രുക്കൾ വരുമ്പോൾ പീരങ്കിക്ക് ആക്രമിക്കാൻ വേണ്ടിയാണ് കേട്ടോ. കോട്ടയ്ക്ക് ചുറ്റിനും മറ്റേ കനാല് പോലെ കിണങ്ങ് കുഴിച്ചിട്ടാക്കണതാണ് നല്ല ആഴത്തിൽ. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് നല്ല മനോഹരമായ നിർമ്മിതികളായിരുന്നു. നല്ല ഭംഗിയെല്ലാം കാണാൻ കരിങ്കൽ കെട്ടുകളും. ഫോണിൽ തന്നെ ഇരിക്കും. അവിടുത്തെ പഴയ ഭരണശിലാകേന്ദ്രങ്ങളാണ്. പിള്ളേരൊക്കെ ആയിട്ടിരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത മാമാമാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ കാണാൻ നല്ല രസമില്ല, അടിപൊളിയല്ലേ, നല്ല പച്ചപ്പ് നിറഞ്ഞ ഭാഗമല്ലേ. അവിടെ ലാമിയാമ്മയും കുറച്ച് നേരം ഓടിക്കളിച്ച് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്ന വെയിൽ കാരണം ഞാനും ഇച്ചിരി കൂടി ഇങ്ങോട്ട് പോകുന്നു. ലാമിയാമ്മയും മീൻ്റെയും അമ്മാൻ്റെ ഒക്കെ പോരുന്നു. അങ്ങനെ ഞങ്ങളിത് ഇവിടുത്തെ ഒരു കല്ലിൽ പോയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും വന്ന് ഞങ്ങളിത് വണ്ടി കയറി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. പാലക്കാട് കൽപ്പാത്തി രഥോത്സവമൊക്കെ നടക്കില്ല, അത് ഈ സ്ഥലമാണ്. ഇവിടെ പറയണത് കൽപ്പാത്തി എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ ഉത്സവമൊക്കെ നടക്കുമ്പോൾ ഉള്ള രഥം കുറേ സാധനമൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അത് ശരിക്കും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ കുറച്ച് ഒരു കനാല് പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. പക്ഷെ ഇവിടെ വെള്ളം കുറവായതുകൊണ്ട് വെള്ളം ഒട്ടുമില്ലായിരുന്നു, കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഈ ഒരു കാണുന്ന വശത്ത് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടൊക്കെ ഇങ്ങനെ പാറ പോലെ ഉണ്ട്. അവിടെയൊക്കെ എനിക്ക് തോന്നുന്ന വെള്ളം വരുമായിരിക്കും. ഇപ്പോൾ വെള്ളമില്ല, ചൂട് ടൈം ആയതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ്റിൻ്റെ റെസ്റ്റ് ഹൗസാണ്. പാലക്കാടുള്ള ഗവൺമെൻറ്റിൻ്റെയാണ്. അവിടെ ഒരു റൂമിന് 600 രൂപയാകുള്ളൂ. പക്ഷെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അത് നമുക്ക് ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ റൂം കണക്കിനാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാശ് നേരത്തെ കൊടുക്കുകയും വേണം. അങ്ങനെ എല്ലാവരും കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് റൂം. നല്ല റൂമൊക്കെ ആയിരുന്നു. എല്ലാവരുടെ റൂമും നല്ലതായിരുന്നു. കണ്ടോ, അത്യാവശ്യം എല്ലാവരുടെ റൂമും നല്ലതായിരുന്നു. വാപ്പി വന്ന് മാറി കിടന്നു. പിന്നെ ഇവർക്കൊരു ഉച്ചക്കൊരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടിട്ട് എല്ലാവരും റൂമിലോട്ട് വന്നത്. പിന്നെ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് അവർ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ടോയ്ലറ്റൊക്കെ അടിപൊളി, നല്ല നീറ്റായിരുന്നു ടോയ്ലറ്റൊക്കെ, നല്ലതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ചില ബാത്റൂമിൽ ചൂടുവെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ റെഡിയായി ഞങ്ങൾക്ക് കല്യാണമൊന്നുമില്ല. അപ്പം ഞങ്ങൾ അവിടേക്ക് ഒന്ന് ജംഗ്ഷനിൽ തന്നെ ചുറ്റിക്കറങ്ങി കാണാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനത്തെ മേലൊക്കെ കഴുകി വേറെ ഉടുപ്പൊക്കെ മാറ്റി വന്നിട്ടാ ഞങ്ങളത് ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങി കാണാമെന്നും വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനും സച്ചിൻ കൂടിയാണ് പോയിട്ട് അവിടുത്തെ സ്റ്റുഡിയോയിലൊക്കെ കയറി. ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, വെറുതെ എല്ലായിടവും ഒന്ന് കയറി കണ്ടു. അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ അവരെല്ലാവരും വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിത് തിരിച്ചു പോയി. അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അങ്ങനെ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഒരു കാടിൻ്റെ ഒക്കെ ഒരു പ്രതീതിയില്ല, അതുപോലെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോഴാണല്ലോ ഒരു ടൂറ് പോയൊരു ഫീലിംഗ് കിട്ടണം. അങ്ങനെ പോയി 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 ഈ ഒരു സ്ഥലത്താണ് ചെന്ന് പെട്ടത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇതായിരുന്നു അവർ പറഞ്ഞ സ്ഥലം. അങ്ങനെ ഇവിടെ കുറച്ച് പേര് എല്ലാവരും കൂടി ഇവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ അവിടെ ഒരു മരം പോലെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലോട്ട് കയറി ഇറങ്ങാം. ആമി ഉറങ്ങിയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആ റോഡ് അരികിൽ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് വേഗം കയറിയിട്ട കുറച്ച് നേരം നിന്നുള്ളൂ. അപ്പം തന്നെ ഞങ്ങളിത് വേഗം കയറി തിരിച്ചു നോക്കുവാണേ. തിരിച്ചു വന്നു പറയാനായിട്ട് പാലക്കാട് ജംഗ്ഷനിലോട്ട് തന്നെ പോകുവാണ്. അവിടെ നിന്ന് ആ ഒരു ചെറിയ കടയിൽ നിന്ന് ഞങ്ങൾ ഓക്കി ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റോപ്പ് വേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇതൊരു അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ പോകണമെങ്കിൽ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അടിപൊളിയായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം കയറണമെന്ന് പറയാൻ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ ശരിക്കും പേടിയായിട്ടാണ്. അതൊരു ഇങ്ങനെ ഒരു കുളത്തിൽ നിൽക്കുന്ന പോലെ നിൽക്കണം. കയറി കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഇതിങ്ങനെ പൊട്ടിപ്പോകുമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും കാണുമ്പോൾ നമുക്ക് പേടിയാവില്ല. ഒരു വെള്ളത്തിൻ്റെ ഒരു വശത്തുമ്പോൾ നമുക്ക് ആകെ പേടിയായി പോകും. എൻ്റെ മടിയിൽ ആമിയുണ്ട്. പിന്നെ അവിടെ എമർജൻസി എന്നൊക്കെ പറഞ്ഞ നമ്പർ ഉണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അവർ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഡാമായിരുന്നേ. ഈ താഴത്തൊരു പാർക്കാണ്.
എൻ്റെ അമ്മയെ ഈ വെള്ളത്തിൻ്റെ അവിടെ കണ്ടപ്പോൾ ശരിക്കും പേടിയായിട്ടോ അല്ലായിരുന്നു. ഈ കറണ്ട് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറന്തള്ളുന്ന വെള്ളം ഉണ്ടാ വരുന്നത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണേ. തിരിച്ചു വന്നപ്പം ആ സ്ഥലത്തെപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്റ്റക്കായി. അപ്പോൾ ഭയങ്കര പേടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റിയെന്ന് ഓർത്തു. പിന്നെ അപ്പം തന്നെ ഒരു മിനിറ്റ് ഇട്ട് അപ്പോഴത്തേക്കും പിന്നെ അത് ഇത് നീങ്ങാൻ തുടങ്ങി. പൊട്ടാറായിരിക്കും. ഞാൻ അവിടെ ചവിട്ടിയിരുന്നോ കാലത്തൂല്ലല്ലോ. ഹലോ Allah. പേടിക്കണ്ട പേടിക്കണ്ട. ഞാനിത് നമ്മുടെ വീട്ടിൽ തന്നെ റഫിക്കാക്കിയൊക്കെ ഉള്ളിൽ ചെറിയൊരു പേടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. മലമ്പുഴ ഡാം. എനിക്ക് പേടിച്ചിട്ട് എല്ലാം മറന്നായിട്ടാണ് എനിക്കത്. ഞങ്ങൾ എത്താനായല്ലോ അല്ലേ? ആമിക്ക് പേടിയാണ്ട? ഇല്ല, മാമിക്ക് പേടിയാ.
അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ പോകുവാണ്. അതേ വാപ്പി ഇറങ്ങുവാണ്. സ്പീഡിൽ ഇറങ്ങിയിട്ട് ഓടണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒന്ന് നമ്മളിങ്ങനെ പുറകിട്ട് തട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ലാമി എൻ്റെ പോപ്കോൺ ഇറങ്ങുവാൻ വശത്ത് പോപ്കോൺ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്നേക്ക് റെസ്ക്യൂ എന്നും പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി അവിടെ പാമ്പുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ തരത്തിലുള്ള പാമ്പുകളും ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കുറേ ഇങ്ങനത്തെ പാമ്പുകളൊക്കെ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ ഇത് കയറി ചെല്ലുമ്പോഴത്തേക്കും ഒരു പാമ്പ് കിടപ്പുണ്ട്. അത് ഏത് പാമ്പാണെന്ന് അറിയില്ല. എൻ്റെ മേളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഇതിൽ കയറിയപ്പോഴാണ് പാമ്പിൻ്റെ അത് മേളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നത്. ഇത് മഞ്ഞച്ചേരയാണ്, വിഷമില്ല എഴുതി വെച്ചിട്ടുണ്ട്. വിഷമുള്ള പാമ്പും ഇത് പൂച്ചക്കണ്ണൻ പാമ്പ്. അങ്ങോട്ട് കുറേ കണ്ട പച്ച കളറുള്ള പാമ്പ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എന്ത് പാമ്പാണ്? വെള്ളിക്കെട്ടൻ വിഷപ്പാമ്പാണ്. ഇത് അണലിയാണ്. അണലി പിന്നെ വിഷമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇത് ചുരുട്ടപ്പാമ്പ്. ഇത് മൂലക്ക് കിടപ്പുണ്ട്. അണലി ഇല്ലെന്നാ ഞാൻ വിചാരിച്ചത്. ദീ കിടക്കുന്നു, ചുരുട്ട് കിടപ്പുണ്ട്. അണലി വലുതാണ്. കാട്ടുപാമ്പ് വിഷമില്ല. ഇതിൻ്റെ അറ്റത്ത് കിടക്കുവാണ്. പിന്നെ അതേ ജനലിൻ്റെ ഇരത്തുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഫസ്റ്റ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വില്ലുണ്ണിപ്പാമ്പ് വിഷമില്ല. പച്ചിലപ്പാമ്പ് ആറ്റുവാഴിപ്പാമ്പ്. അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് കിടപ്പുണ്ട്. വെള്ളത്തിൽ ഇങ്ങനെ തോലിങ്ങനെ പൊളിഞ്ഞ് കിടപ്പുണ്ട്. മൂവരെയും ചുരുട്ട എന്തോ ഒറ്റ ജനലിലേക്കാൻ തോന്നുന്നു. അതേ കണ്ടില്ല. നീർക്കോലി വിഷമില്ല. വെള്ളത്തിലാണ് കിടക്കുന്നത്. ക്ലിയർ ആവുന്നില്ല, അവർ വിട്ടിട്ടുള്ളത്. ഇവിടെയും പാമ്പില്ല. ഇതിൽ പാമ്പില്ല കേട്ടോ. ഇതിലും പാമ്പില്ല. ഇതേ പാമ്പുണ്ട്. ചെറിയ പാമ്പാണ്. ഓല ചുരുട്ട കുഞ്ഞിപ്പാമ്പേ. ഇത് രാജവെമ്പാല. ഓ എന്തൊരു നീളമെന്നറിയാമോ? എൻ്റെ അമ്മോ എന്തൊരു നീളമാണ്. കണ്ടപ്പോൾ എന്തോ പോലെ തോന്നും. ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഈ ഒരു കൂടിൽ ഒരെണ്ണേ ഉള്ളൂ. അതിൻ്റെ ഗ്ലാസ് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ നിന്ന് വീഡിയോ എടുക്കണം. അല്ലെങ്കിൽ എല്ലാവരും ഓടിയനാലേ. ഇതിൻ്റെ ഉള്ളിൽ കുറേ പാമ്പുണ്ട് കേട്ടോ. ഈ മരത്തിൻ്റെ ഉള്ളിലൊക്കെ അടങ്ങിയിരിക്കണാണ് പാമ്പ്. ഓ പേടിയായിട്ട് വല്ലായിരുന്നു. കണ്ടിട്ട് എന്തോ പോലെ അല്ലേ. നോക്കിയേ. പിന്നെ അതിന് വെച്ചിട്ടുള്ള ഗ്രില്ലാണെങ്കിൽ ഒത്തിരി ചെറിയ ഗ്രില്ലല്ല. ആ പാമ്പിനൊക്കെ പോരാൻ പറ്റുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്യാവശ്യം വലിയ ഗ്രില്ലാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുകയെന്നുള്ളൊരു പേടി, ഇങ്ങോട്ട് വരുവാന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പോകുന്നു.
ഇത് പാമ്പിനെ തന്നെ തിന്നോണ്ടിരിക്കണേ കേട്ടോ. പാമ്പാമ്പൊന്നും എനിക്കറിയില്ല, കഴിച്ചോണ്ടിരിക്കണേണ് ഒരു പാമ്പിനെ. ഇതേ പാമ്പിൻ്റെ കൂട്ടത്തിൽ ആകെ ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് മുതലേണ്. അത് ഞാൻ കണ്ടപ്പോൾ അത് ഡെമ്മിയാണെന്ന്. പിന്നെ അടുത്തോട്ട് എന്നപ്പോൾ അനങ്ങിയപ്പോഴാണ് അയ്യോ അതിന് ജീവനുണ്ടെന്ന് മനസ്സിലായത്. കണ്ട അനങ്ങുന്നില്ലായിരുന്നു കേട്ടോ ആദ്യം ചെന്നപ്പം. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് അനങ്ങിയത്. ഇത് കരിഞ്ചീരയാണ്. ഇത് വില്ലുന്നി. എവിടെയോ ഉണ്ട് കേട്ടോ. ദേ കിടക്കണുണ്ട് അറ്റത്ത്. പിന്നെ വള്ളിച്ചുരുട്ട ദേ കമ്പിൻ്റെ മേലെ കിടക്കുവാണ്. മലമ്പാമ്പ്. മലമ്പാമ്പ് ഇത് അറ്റത്ത് കിടക്കണം. ചെറുതാന്ന് തോന്നുന്നു. ഇത് മണ്ണുലിപ്പാമ്പാണ്. അറ്റത്താണ്ട കിടക്കുന്നത്. 3 എണ്ണം അങ്ങോട്ടുണ്ട്. 3 എണ്ണം. എന്ത് പാമ്പാ? 2 എണ്ണം ഉണ്ട്. മഞ്ഞച്ചേരാണ്, വിഷമില്ല. ഈ അറ്റത്ത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഉള്ളിലായിരുന്നേ. എന്താ തോന്നണം. വെള്ളിക്കെട്ട് കിടക്കുന്നുണ്ട്. ചുരുണ്ട് 2 എണ്ണം ഉണ്ടായിട്ടാ. 2 എണ്ണമാണ് കണ്ടത്. അണലി ചേനത്തണ്ട് കിടക്കണം. അതും ഇവിടെ തന്നെ അടുപ്പുണ്ട് കേട്ടോ. പച്ചോലപ്പാമ്പ്. ഇത് ശരിക്കും ഫസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ വീണേനായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയി എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ട പക്ഷെ ക്ലിയർ ആകുന്നില്ലായിരുന്നു, വെയില് അടിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് മലമ്പാമ്പ്. വണ്ടിന്നാണ് കണ്ടത്. ഫുള്ള് പാമ്പാണ്. എല്ലാവരും അവിടെ നോക്കിക്കുവാണ്. കണ്ട ആ മരം ഫുള്ള് പാമ്പാണ്. നമ്മ പെട്ടെന്ന് കാണുമ്പോ ഇതേ മലമ്പാമ്പിനെ കഴിക്കാൻ വേണ്ടിട്ട് ആമേനെയും കോഴീനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട്. എന്തോരം മലമ്പാമ്പാണ്, എണ്ണാൻ പറ്റണല്ലോ അത്രയും മലമ്പാമ്പ്. ആമയൊക്കെ അപ്പുറത്ത് തേടി നിൽപ്പണ്ടേ. ആമ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ട് വരുന്നത് കാണില്ല അമ്മീന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്കത് കാണിച്ചു കൊടുത്തോളാം. മരത്തിന്റെ കളർ തന്നെ ആയതുകൊണ്ട് ഇത്ര എണ്ണമാണല്ലേ.
കോഴീനെ നമ്മക്ക് തിന്നാ, പാമ്പിന് തിന്നാൻ പാടില്ല. പാവം കോഴീനെ ആമക്കുഞ്ഞ കണ്ട മേളിലൊക്കെ പാമ്പ് കിടപ്പണ്ടേ. കണ്ട ഹാമി അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കണേണ്. എനിക്കൊന്നും ഇവിടെ ഏറ്റവും കൂടുതൽ മലമ്പാമ്പ് അതുപോലെ തന്നെ രാജവെമ്പാലയാണ് കൂടുതലും തോന്നണം കേട്ടോ. കുറേ രാജവെമ്പാലുണ്ട്, അതുപോലെ തന്നെ മലമ്പാമ്പും കുറേ ഉണ്ട്. എല്ലാം എനിക്ക് അനങ്ങാണ്ട് കിടക്കുവാണ്. അടുത്തൊരാഴ്ച എല്ലാത്തിനും അത്യാവശ്യം നല്ല നീളം ഉണ്ട് കേട്ടോ. അതേ നോക്കി എന്തൊരു ധൈര്യത്തിലാ നിക്കണ നോക്കി. ശരിക്കും പറഞ്ഞാൽ ആ മിറർ ഉള്ളത് കൊണ്ട് ഇങ്ങനെ നിക്കണം, ഒരു ഗ്ലാസ് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ അവിടെ നിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാം ഓടിയന നോക്കി. എല്ലാവർക്കും പോസ് ചെയ്തിട്ടുണ്ട്. കൊള്ളാലേ ആള്. അടുത്തത് നല്ല നീളമില്ല. ഇതിന് ഭയങ്കര ഏറ്റവും കൂടുതൽ നീളം ഇതിനാന്ന് തോന്നുന്നു. എല്ലാരും പിന്നെ പോസ് ചെയ്ത് നിന്നുണ്ട് കേട്ടാ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. ആമിത ഓടി വരുവാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി തൊട്ടപ്പുറം തന്നെയാണ് മലമ്പുഴ ഡാം. അപ്പോൾ അങ്ങോട്ട് പോകുവാണ്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കയറുന്ന വശത്ത് കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ബാഗ്. ഏതെടുത്താലും 100 രൂപ എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കടയിൽ കയറിയപ്പോൾ ചിലതിന് മാത്രം 100 രൂപ, ചിലതിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നല്ലതാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇതേപോലെ ഒരു ട്രെയിനുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി കയറി, അമ്മമാരും അതുപോലെ ഇത്താത്തമാരും നിത്യമാരും എല്ലാവരും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. ഇക്കാക്കായും കയറി അവരുടെ ഒപ്പം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ഫ്രണ്ടിൽ തന്നെ. പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അടിപൊളിയായിരുന്നു. പിന്നെ അവിടുത്തെ ചെടികളൊക്കെ എനിക്ക് തോന്നി എന്തോരം പോവാന്ന് പോയിട്ട് ഇങ്ങനെ നിൽക്കണം, കാണാൻ തന്നെ നല്ല എണ്ണയുണ്ട്. എന്തായാലും പുറകിരിക്കണവരായതിന്റെ തീരുമാനമായിട്ടുണ്ട്. മറ്റോളാ അങ്ങനെ റോപ്പ് വേ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ആ റോപ്പ് വേയാണ് മേളിൽ കൂടി പോണത്. ഈ മലമ്പുഴ ഡാമിൻ്റെ ഉള്ളിൽ കൂടിയാണ് അത് പോണത്. അങ്ങനെ ആമ അവിടെയൊക്കെ കുറേ ഓടിക്കളിച്ചു.
തൂക്കുവാലം ക്ലോസ് ചെയ്താ നേരത്തെ ഞാൻ കേറി. സച്ചു നീങ്ങിയേ, സച്ചു ഇച്ചിരി നീങ്ങിയേ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയേ. നടുക്ക് തൂക്കുവാലം കാണാൻ ആരുമില്ല, നല്ല രസം. ലാമി ഞാനിപ്പോൾ 3ാമത്തെ തൊട്ടാണ് തൂക്കുവാലത്തിൽ കയറണത്. പക്ഷെ അടിപൊളിയായിരുന്നു. ആദ്യം കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതിപ്പോൾ നല്ല കാറ്റും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, ഡാമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ഷോപ്പുണ്ട്. അവിടെ ഐസ്ക്രീം അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടും. ഐസ്ക്രീം ഒരു വട്ടം വാങ്ങിച്ചായിരുന്നു. ലാമി പിന്നെ ഓടി അതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് വാങ്ങിച്ചു കൊടുത്തില്ല ഏട്ടാ. എന്തായാലും അതിന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് വാങ്ങിച്ചു കൊടുക്കാൻ. അപ്പം ഇത്രേ ഉള്ളൂ. ഞാനിനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളത് ഇവിടെ നിന്ന് ഇറങ്ങി രാത്രി 8 മണി വരെ ഉള്ളൂ അവിടെ. ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ എടുത്തിട്ടുള്ള റെസ്റ്റ് ഹൗസിലോട്ട് പോകണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കലൊന്ന് നോക്കി കഴിയുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ. ഇത് ആ ഡാമിൻ്റെ മേളിൽ നിന്ന് എടുത്ത വീഡിയോയാണ്. മൊത്തം അടിപൊളിയാണ്. അപ്പം നിങ്ങളെല്ലാവരും പോയിട്ടില്ലാന്നുണ്ടെങ്കിൽ പോയി കാണട്ടെ പാലക്കാട്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.